ഹായ് ഓൾ എല്ലാവർക്കും എർജുവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ടെർബോ മമ്മൂക്കയുടെ ടെർബോ അങ്ങനെ തിയേറ്ററുകളിൽ തകർത്ത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ടെർബോയുടെ കളക്ഷൻ റിപ്പോർട്ട് വന്നിട്ടുണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാനായിട്ടുണ്ട്. അതിനു മുമ്പ് ടെർബോയുടെ ഒരു സക്സസ് ട്രെയിലർ എന്നും പറഞ്ഞ് ജോമിൻ ജോസഫ് എന്ന ചാനലിൽ വന്നിട്ടുള്ള ഒരു മാഷപ്പ് വീഡിയോ, ടെർബോയുടെ മാഷപ്പ് വീഡിയോ വന്നിട്ടുണ്ട്. ആ ഒരു വീഡിയോ നമുക്കൊന്ന് റിയാക്ട് ചെയ്ത് നോക്കാം. അതിനുശേഷം ടെർബോയെ കുറിച്ചിട്ടുള്ള ബാക്കിയുള്ള കുറച്ച് വിശേഷങ്ങളും കൂടെ പറയാനായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് പോകാം. ആദ്യം നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടുപോകാം. അപ്പോൾ എന്തായാലും മമ്മൂക്ക ഫാൻസ് എല്ലാവരും ഭയങ്കര ആവേശത്തിലാണ്. അങ്ങനെ ആവേശം കൂടി പലരും സ്വാഭാവികം ഫാൻസുമാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ അത് സ്വാഭാവികമാണ്. അത് രണ്ട് ഫാൻസിൻ്റെ കൂട്ടത്തിലായാലും ഒരു ആളുടെ മൂവി വലിയ ഹിറ്റായാലും ഒരാളുടെ മൂവി ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോയാലും ട്രോൾസും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള വാഗ്വാദങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പം അത് ഇവിടെയും തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്തായാലും മാറ്റി വയ്ക്കാം. നമുക്കിപ്പം മമ്മൂക്കയുടെ ടെർബോ പടത്തിൻ്റെ ആ ഒരു സക്സസ് ടീസർ അത് എഡിറ്റ് ചെയ്തിരിക്കുന്നത് ജോമിൻ ജോസഫ് എന്ന ആളാണ്. ആ ഒരു ജോമിൻ ജോസഫ് എന്ന് തന്നെയാണ് ആ ചാനലിൻ്റെ പേരും. ആ ഒരു ചാനലിൽ വന്നിട്ടുള്ള ആ ഒരു സക്സസ് ടീസർ ഒന്ന് കണ്ട് നമുക്കൊന്ന് റിയാക്ട് ചെയ്യാം. അപ്പം എന്തായാലും നമുക്ക് ജോമിൻ ജോസഫ് എഡിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ടെർബോയുടെ സക്സസ് ട്രെയിലർ ഒന്ന് കണ്ടുനോക്കാം. റെഡി? എന്താടാ നിനക്ക് ബോറടിച്ച? ഇല്ല, ബോറടിച്ചില്ല. നിനക്ക് മാസാണ് വേണ്ടത്. മാസ് ടെർബോ ഫേസിംഗ് സീൻ, അതിനെപ്പറ്റി കുറച്ച് പറയാനുണ്ട്. പോലീസ് സ്റ്റേഷൻ ഫൈറ്റ്. പടത്തിന്റെ മറ്റൊരു പ്രധാന പോസിറ്റീവ് എന്ന് പറയുന്നത് രാജ്ബി ഷെട്ടി. അറിയുന്നവർക്കറിയാം, പുള്ളി ആ ബോഡി വെച്ചിട്ട് പുള്ളിയുടെ സ്ക്രീൻ പ്രസൻസ് വേറെ ലെവലായിരുന്നു രാജ്ബി ഷെട്ടി. പണം 5 പൈസയ്ക്ക് കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് ഇന്ന് വിചാരിച്ച കുറെ നാറികളുണ്ട്. അവർക്കുള്ള ചെറുകിട്ടത്തിലുള്ള അയ്യ അതായത് വൺ മാൻ ഷോ പുള്ളിയാണ്. പക്ക വണ്ണാണ്. പക്ഷേ രാജ്ബി ഷെട്ടിയും ആ ഒരു ഷോയുടെ ഭാഗമാണ്. പ്രേക്ഷകർക്ക് തിയേറ്ററിൽ കയറി അടിച്ചു പൊളിക്കാൻ പറ്റിയ സാധനമുണ്ട്. മമ്മൂക്കയുടെ പക്ക മാസം സാധനം. ജോമിൻ ജോസഫ്, ഞാൻ ഈ ഒരു സിനിമയുടെ റിവ്യൂ പറഞ്ഞ സമയത്ത് ഈ ഒരു സിനിമയുടെ സ്റ്റോറി ഒരു ആവറേജ് ലെവലാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് തോന്നിയ ഒരു അഭിപ്രായമാണ്. അത് ചില ഫാൻസിനൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ അങ്ങനെ പറയാനായിട്ടുള്ളൊരു കാരണം, നമ്മൾ ഈ ഒരു സ്റ്റോറിയുടെ ടേംപ്ലേറ്റ് നോക്കുകയാണെങ്കിൽ പണ്ട് കാലത്ത് വന്ന തമിഴ് തെലുങ്ക് പടങ്ങളുടെ അതേ സംഭവം തന്നെയാണ് ഈ ഒരു സിനിമയിൽ വന്നിരിക്കുന്നത്. അവിടെ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്ന ആ ഒരു ക്യാരക്ടർ, നമ്മുടെ ടെർബോ ജോസ് എന്ന ക്യാരക്ടർ വളരെ സാധാരണക്കാരനായിട്ടുള്ള ഇടുക്കിക്കാരനായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ കുറച്ച് തല്ലും പിടിയൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു ക്യാരക്ടർ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്യാരക്ടറിനെ, അങ്ങനെ സാധാരണക്കാരനായിട്ടുള്ള കുറച്ച് തല്ലും പിടിയൊക്കെ ആയിട്ട് നടക്കുന്ന ആ ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു സാധാരണത്വം, അത് ആ ഒരു സാധനം സിനിമയുടെ അവസാനം വരെ കീപ്പ് ചെയ്യാനായിട്ട് ഇതിൻ്റെ കഥാകൃത്ത് മിഥുൻ മാനുവൽ തോമസ് ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെ കൊണ്ടുപോകാനായിട്ട്. കാരണം ഈ ഒരു വില്ലൻ വരുമ്പോഴത്തേക്കും ആ വില്ലനെ ഇടിച്ച് തെറിപ്പിക്കാൻ എനിക്ക് പറ്റുമടാന്ന് പറഞ്ഞ് പോകുന്ന ഒരു നായകനല്ല സെക്കൻഡ് ഹാഫിൽ നമ്മൾ കാണുന്നത്. ഒരു സർവൈവൽ ത്രില്ലറിൻ്റെ മോഡിലേക്ക്, അല്ലെങ്കിൽ സർവൈവൽ ആ ഒരു രീതിക്ക് ഈ ഒരു പടം സെക്കൻഡ് ഹാഫിലേക്ക് മാറുന്നുണ്ട്. അവിടെയാണ് ഈ ഒരു പടത്തിൻ്റെ മേക്കിംഗ് വൈശാഖ് വേറെ ലെവലാക്കിയത്. ആ സിനിമ വേറെ ലെവൽ കൊണ്ടുപോയത് ആ ഒരു സാധനമാണ്. കാരണം മമ്മൂക്ക എനിക്ക് ആ ഒരു വില്ലനെ ഇടിച്ച് തോപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് വില്ലൻ്റെ മുമ്പിൽ ചെന്ന് ചാടിക്കൊടുക്കുന്ന രീതിയായിരുന്നെങ്കിൽ പടം അടപടലം കയ്യിൽ നിന്ന് പോയേനെ. പക്ഷെ അവിടെ മിഥുൻ മാനുവൽ തോമസ് എന്ന ആ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ഉണർന്ന് പ്രവർത്തിച്ചു എന്ന് വേണം പറയാനായിട്ട്. കാരണം അവിടുന്ന് ആ ഒരു വില്ലൻ നമ്മളെ കൊണ്ട് താങ്ങത്തൊന്നും ഇല്ല, അവിടുന്ന് എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടാം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ടെർബോ ജോസിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. പിന്നെ അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇവനെ തീർത്തേ പറ്റത്തുള്ളൂ എന്നുള്ളൊരു അവസ്ഥയിൽ വരുമ്പോഴത്തേക്കും ചെയ്യുന്ന രീതിയിലാണ് സിനിമയിലുള്ളത്. അത് ആ ഒരു മേക്കിങ്ങും ആ ഒരു സെക്കൻഡ് ഹാഫിൽ ഒരു പോലീസ് സ്റ്റേഷൻ ഫൈറ്റ് ഉണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് സിനിമ കൊണ്ടുപോകുന്നതും ആ ഒരു ചേസിങ് സീൻ അതെടുത്ത് പറയണം കേട്ടോ. ആ ഒരു ചേസിങ് സീൻ വേറെ ലെവലായിരുന്നു. കാരണം അതിനകത്തൊരു സീനുണ്ട്, കാറിങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്ത് ആ ഒരു പാർക്കിങ്ങിൽ കൊണ്ടിടുന്ന ഒരു സീനുണ്ട്. അതൊരു ഗംഭീര സാധനമായിരുന്നു കേട്ടോ. അത് മലയാളം പടത്തിലൊന്നും ഞാൻ ഇതിനു മുമ്പ് അങ്ങനെ കണ്ടിട്ടില്ല. അതേപോലത്തെ സീൻസ് അത് കണക്ക് ക്ലൈമാക്സിൽ
മമ്മൂക്കയുടെ ഒരു തകർപ്പൻ സാധനം എല്ലാം കൂടെ വന്നപ്പോഴത്തേക്കും പടം വേറെ ലെവലിൽ പോയി. പക്ഷേ ഇതിൻ്റെ ആ ഒരു സ്റ്റോറി ഇപ്പോഴും അത് ആവറേജിന് മുകളിലോട്ടുണ്ടെന്ന് എന്നെക്കൊണ്ട് പേഴ്സണലി പറയാൻ സാധിക്കത്തില്ല. ആ ഒരു ആവറേജ് സ്റ്റോറി വൈശാഖ് അല്ലാതെ വേറെ ഏതെങ്കിലും ഡയറക്ടർ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ അതൊരു ഷൈലോക്ക് ലെവലിലോ മാസ്റ്റർ പീസ് ലെവലിലോ ഒക്കെ എത്തേണ്ടിയിരുന്ന ഒരു പടത്തെ ഗംഭീരം പടമാക്കി വെച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും അത് വൈശാഖ് എന്ന ഡയറക്ടറിൻ്റെ കഴിവും പിന്നെ മമ്മൂക്ക എന്ന സ്റ്റാറിൻ്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസും ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വന്നപ്പോഴാണ് ടെർബോ എന്നൊരു കിടുക്കാച്ചി പടം നമുക്ക് കിട്ടിയത്. സ്റ്റിൽ ഞാൻ ഇപ്പോഴും പറയുന്നു ഈ ഒരു സിനിമയുടെ സ്റ്റോറി ഇറ്റ്സ് ആവറേജ്. നമ്മളിപ്പം പുലിമുരുകൻ്റെ അടുത്ത് നോക്കിയാലും അതിൻ്റെ സ്ക്രിപ്റ്റും വളരെ ആവറേജ് ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റായിട്ട് നമുക്ക് തോന്നും. അവിടെ ഒരു മികച്ചതായിട്ട് നിൽക്കുന്നത് ആ ഒരു സിനിമയുടെ ക്ലൈമാക്സ് ഫൈറ്റാണ്. അത് വേറെ ലെവലായിട്ട് എടുത്ത് വെച്ച ഡയറക്ടറാണ് വൈശാഖ്. അപ്പോൾ ഇവിടെയും അതേപോലെ അല്ലെങ്കിലും അത്രയ്ക്ക് ലെവലിലേക്ക് വന്നിട്ടില്ല ടെർബോയുടെ ഫൈറ്റ് സീനൊന്നും. പക്ഷേ മമ്മൂക്കയെ വെച്ചിട്ടുള്ളൊരു ഗംഭീര സാധനം തന്നെയാണ്. മമ്മൂക്കയുടെ സ്ക്രീൻ പ്രസൻസും ആ ഒരു മെഗാ സ്റ്റാർ എന്നുള്ള ആ ഒരു സ്റ്റാർഡോ ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളൊരു സാധനം ഈ ഒരു സിനിമയിൽ കൊണ്ടുവരാൻ സാധിച്ചെടുത്ത് വൈശാഖ് എന്ന ഡയറക്ടറും വിജയിച്ചു, ടെർബോ എന്ന പടവും വിജയിച്ചു. ശരിക്കും നിങ്ങളൊരു മമ്മൂക്ക ഫാൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പടം ഒരിക്കലും തിയേറ്ററിൽ മിസ് ചെയ്യരുത് കേട്ടോ. വളരെ വലിയൊരു തിയേറ്ററിൽ ഫുൾ ഹൗസ് ആയിട്ട് തന്നെ പോയിരുന്ന് ഈ ഒരു പടം കണ്ട് ആർമാദിക്കണം. അത്തരത്തിലുള്ളൊരു പടമാണ് ടെർബോ. അപ്പോൾ ടെർബോ പടത്തിൻ്റെ 4 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ ഇപ്പം ഒഫീഷ്യലി മമ്മൂട്ടി കമ്പനിയുടെ ഒഫീഷ്യൽ പേജിലൂടെ തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ്. 52 കോടിയോളം രൂപയാണ് 4 ദിവസം കൊണ്ട് ഈ ഒരു പടം വേൾഡ് വൈഡായിട്ട് കളക്ട് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിൻ്റെ മറുവശത്ത് നിൽക്കുന്ന ലാലേട്ടൻ ഫാൻസ് ആയാലും മറ്റ് ഫാൻസും എല്ലാം ഈ ഒരു കളക്ഷനെ പറ്റിയിട്ടുള്ള വാഗ്വാദങ്ങളൊക്കെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ നടന്നു വരുന്നുണ്ട്. പക്ഷേ നമുക്ക് അതിൻ്റെയൊക്കെ കാര്യമുണ്ടോ? കാരണം ഒരു പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് ആ ഒരു കളക്ഷൻ പുറത്തു വിട്ടു. 52 കോടി രൂപ 4 ദിവസം കൊണ്ട് കളക്ട് ചെയ്തു എന്നും പറഞ്ഞ് പുറത്തു വിട്ടു. ഇതല്ലെന്ന് തെളിയിച്ചാൽ നമുക്ക് പൈസ ഒന്നും കിട്ടാൻ പോകുന്നില്ലല്ലോ. അത് എത്ര രൂപയായാലും അത് ആ ഒരു സിനിമയുടെ പ്രൊഡ്യൂസർക്കാണ് കിട്ടാൻ പോകുന്നത്. തീർച്ചയായിട്ടും ലാലേട്ടൻ ഒന്ന് അറിഞ്ഞ് മനസ്സ് വെച്ചാൽ ഈ 52 കോടി ഒന്നും അല്ല. സോ അത്തരത്തിലുള്ള പടങ്ങൾ തീർച്ചയായിട്ടും ലാലേട്ടൻ്റെ ഭാഗത്തു നിന്നാലും ഇനിയും മമ്മൂക്കയുടെ ഭാഗത്തു നിന്ന് ബസൂക്ക അടക്കമുള്ള പടങ്ങളൊക്കെ ഇനി വരാനിരിക്കുന്നുണ്ട്. അപ്പം ലാലേട്ടനും മമ്മൂക്കയും രണ്ടുപേരും കട്ടയ്ക്ക് ഇന്നാലാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രി ഇപ്പോൾ ഒന്ന് സ്ട്രോങ് ആവും. കാരണം ഇതുവരേക്കും DQ എന്നൊരു ഫാക്ടർ അപ്പുറത്തുണ്ട് എങ്കിലും ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെ അത്രയും സ്റ്റാർട്ടുള്ളൊരു സ്റ്റാർ ഇതുവരേക്കും അങ്ങനെ ആ ഒരു ബേസ് ലെവലിൽ നിന്ന് സിമെൻറ്റ് ചെയ്തിട്ട് അത് വന്നിട്ടില്ല. അങ്ങനെ ഒരു വലിയൊരു സ്റ്റാർഡോ ഉള്ളൊരു ആക്ടർ ഇതുവരേക്കും വന്നിട്ടില്ല. സോ ലാലേട്ടനും മമ്മൂക്കയും ഇനിയും മലയാളം ഫിലിം ഇൻഡസ്ട്രിക്ക് ആവശ്യമാണ്. അവരുടെ രണ്ടുപേരുടെയും പടങ്ങൾ ഇങ്ങനെ തകർത്തോടിയാൽ മാത്രമേ ഓഡിയൻസിനൊരു ഹരമുള്ളൂ. സോ മമ്മൂക്കയുടെ പടം അടിക്കട്ടെ, ലാലേട്ടൻ്റെ പടം പുറകെ വരും, എംപുറാൻ വരുന്നുണ്ട്, ബെറോസ് വരുന്നുണ്ട്. ഇതൊക്കെ പോസിറ്റീവ് ആണെങ്കിൽ പറയേണ്ട ആവശ്യമുണ്ട്. സോ ഈ ഒരു കളക്ഷൻ്റെ കാര്യത്തിൽ കിടന്ന് തല്ലുപിടി കൂടുന്നതിനോട് എനിക്കൊരു യോജിപ്പില്ല. കാരണം നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. എത്ര 100 കോടി കിട്ടിയാലും 50 കോടി കിട്ടിയാലും നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. സോ 52 കോടിയാണ് അങ്ങനെ മമ്മൂട്ടി കമ്പനിയുടെ ടെർബോ എന്ന പടം 4 ദിവസം കൊണ്ട് കളക്ട് ചെയ്തിരിക്കുന്നത്. ഇനിയും ഈ ഒരു കളക്ഷൻ തീർച്ചയായിട്ടും ഉയരും. തീർച്ചയായിട്ടും മമ്മൂക്കയുടെ ആദ്യത്തെ 100 കോടി പടമായിട്ട് മാറട്ടെ ടെർബോ. അതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഇതിൻ്റെ ഇടയിൽ കൂടി മറ്റൊരു കൂട്ടരി അവിടെ നിന്ന് ചരട് വലിക്കുന്നുണ്ട്. അതായത് പടം എങ്ങാനും ഇഷ്ടപ്പെട്ടെന്നെങ്ങാനും പറഞ്ഞു പോയാൽ നമ്മൾ സുഡാപ്പിയാവും. ഇനി ഇഷ്ടപ്പെട്ടില്ലേ വേറൊരു കൂട്ടർ നമ്മളെ സംഖ്യയാക്കും. ഈ 2 കൂട്ടരെയും നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. കാരണം അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവാനായിട്ട് പോകണില്ല. ഒരാളുടെയും രാഷ്ട്രീയം നോക്കിയല്ല ആരും സിനിമ കാണാനായിട്ട് പോകുന്നത്. ആ ഒരു സിനിമയുടെ ബാക്കിയുള്ള ക്രൂ അതേ കണക്ക് അതിൻ്റെ ട്രെയിലർ ടീസറൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന ഹൈപ്പ് കൊണ്ട് നമ്മൾ പടം കാണാൻ കയറും. പടം ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നത് ആ ഒരു നായക നടൻ്റെയോ അതിനകത്ത് പ്രവർത്തിച്ചിരിക്കുന്നവരുടെയോ ഒന്നും രാഷ്ട്രീയമല്ല. നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കണ്ടന്റാണ് സിനിമയ്ക്കുള്ളതെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ ഇഷ്ടപ്പെടത്തില്ല. ഇതിനകത്ത് രാഷ്ട്രീയമൊക്കെ കൂട്ടിക്കലർത്തേണ്ട ആവശ്യം എന്താണെന്ന് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകാത്ത ഒരു കാര്യമാണ്. സോ അത്തരത്തിൽ അഭിപ്രായമായിട്ട് വരുന്ന ആൾക്കാരെ മൈൻഡ് ചെയ്യേണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ.